ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ കനിഞ്ഞ് അരുളി നമ്മൾക്ക് നൽകിയ മഹാശിവരാത്രി ദിവസത്തെ ശിവപ്രതിഷ്ഠ, അതിൻ്റെ 137ാമത് വാർഷികം. ഈ പുണ്യ മുഹൂർത്തത്തിൽ മഠം ഒരു പുതിയ തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ എല്ലാം കാണപ്പെട്ട ദൈവമാണ് ശ്രീനാരായണ ഗുരുദേവൻ. എന്തുകൊണ്ട് നമ്മളുടെ കാണപ്പെട്ട ഗുരുവാണ്, ദൈവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഈ രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇത്രമാത്രം വിദ്യാസമ്പന്നരാണ് എങ്കിൽ, അതേപോലെ തന്നെ സമ്പത്ത് നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ക്ഷേത്രങ്ങളിൽ പോകുവാനും അവിടെ പുതിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുവാനും അതിൽ പ്രതിഷ്ഠ നടത്തുവാനും ഒക്കെ അവസരമുണ്ടാക്കി തന്നത് ഗുരുവിൻ്റെ ആയുസ്സും വപുസ്സും ആത്മതപസ്സും നമ്മൾക്ക് വേണ്ടി ബലിയർപ്പിച്ചതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾക്ക് വേണ്ടി മഹാത്യാഗം ചെയ്ത കരുണാമയനായ കാരുണ്യമൂർത്തിയായ ഗുരുവിനെ ആണ് നമ്മൾ ആരാധിക്കേണ്ടത്. മറ്റ് ഇന്ന് കാണുന്ന സൗകര്യങ്ങളൊക്കെ ഈ ഗുരു കെട്ടിപ്പടുത്ത അതിൻ്റെ മറ്റ് ചെറിയ സംഭാവനകൾ മാത്രമാണ്. കൂടാതെ ഭാരതത്തിൻ്റെ സനാതനമായിട്ടുള്ള ദർശനത്തെ, ഉപനിഷത്ത് ദർശനത്തെ, ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉപനിഷദ് ഉക്തി രഹസ്യം, ആ ഉപനിഷദ് ഉക്തിയുടെ രഹസ്യം കണ്ടെത്തിയ മഹാഗുരു നമ്മൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, മലയാളത്തിലും അതേപോലെ തന്നെ പണ്ഡിതന്മാർക്ക് വേണ്ടി സംസ്കൃതത്തിലും ഒക്കെ 64ഓളം കൃതികളാണ് രചിച്ചിട്ടുള്ളത്. അപ്പോൾ വ്യാസന് ഒപ്പം കിടപിടിക്കുന്ന സംസ്കൃതത്തിൽ ദർശനത്തെ, വേദാന്ത ദർശനത്തെ ഇത്രമാത്രം സൂക്ഷ്മമായിട്ട് എഴുതി അവതരിപ്പിച്ചിട്ടുള്ള വേറൊരു മഹാത്മാവിനെയും നമ്മൾക്ക് കാണാൻ പറ്റില്ല. അതേപോലെ ഗുരു മന്ത്രം നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാം നൽകിയ ആ മഹാഗുരുവിൻ്റെ പൂജയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രഥമഗണനീയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കാണപ്പെട്ട ദൈവമാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ ഗുരുവിൻ്റെ മൂലമന്ത്രം നമ്മൾ ഇപ്രാവശ്യം 1 കോടി മന്ത്രം ജപിക്കുവാനായിട്ടാണ് മഠം ഭക്തന്മാരെല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ എന്നുള്ളതാണ് ഗുരുവിൻ്റെ മൂലമന്ത്രം. പലരും ഓം നമോ നാരായണായ എന്ന് ചൊല്ലിക്കാണുന്നുണ്ട്. പക്ഷേ അത് ഗുരുവിൻ്റെ മന്ത്രമായിട്ട് നമ്മൾക്ക് സ്വീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. പരബ്രഹ്മസ്വരൂപത്തിന് ഏത് നാമവും മന്ത്രവും പറ്റുമെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുരു സ്വന്തമായി എഴുതി ഒപ്പിട്ടിരിക്കുന്നത് നാരായണ ഗുരു എന്നാണ്. ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യൻ ചൈതന്യസ്വാമികൾ 108 മന്ത്രങ്ങൾ നമ്മൾക്ക് എഴുതി തന്നപ്പോൾ അതെഴുതി ആദ്യം ഗുരുവിനെ തന്നെയാണ്, ഗുരുവിൻ്റെ പാദപത്മങ്ങളിലാണ് സമർപ്പിച്ചത്. ഗുരു അത് വായിച്ച് നോക്കി ആണ് തിരുത്തി കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യം തുടങ്ങുന്നത് ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ എന്നുള്ള മന്ത്രമാണ്. ഇങ്ങനെ ആധികാരികമായിട്ടുള്ള രേഖകളിലെല്ലാം പരമമായിട്ടുള്ള രേഖ ഗുരുവിൻ്റെ കയ്യൊപ്പാണ്. അപ്പോൾ അതിൽ ഗുരു എന്നുള്ള
ആ മന്ത്രം, ആ ഒരു ഇത് വരുന്നുണ്ട്. ഓം നമോ നാരായണായ എന്നുള്ളതിൽ ആ ഗുരു എന്നുള്ള ശബ്ദമില്ല. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ മൂലമന്ത്രം നമുക്ക് കൃത്യമായും ജപിക്കണം. അതിന് പലർക്കും പല സംശയങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ സംശയത്തിന് ഇടവരാത്ത രീതിയിൽ ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ എന്നുള്ള മന്ത്രമാണ് നമ്മൾ ആധികാരികമായിട്ട് ജപിക്കേണ്ടത്. അത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പുതു വെളിച്ചം നൽകുന്നതാണ്. തന്നെയല്ല, ഗുരുകാരുണ്യമാണ് എല്ലായ്പ്പോഴും വേണ്ടുന്നത്. അപ്പോൾ ഓം നമോ നാരായണായ എന്നുള്ളത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വിഷ്ണുവിൻ്റെ സങ്കല്പപ്രകാരം ആ ക്ഷേത്രങ്ങളിലൊക്കെ ചൊല്ലി വരുന്ന ഒരു മന്ത്രമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് നമ്മൾക്ക് ഇന്ന് നമ്മൾ ഈ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നൽകിയ ആ ഗുരുവിൻ്റെ മന്ത്രത്തെ നമുക്ക് ചൊല്ലണം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഫെബ്രുവരി 17 രാവിലെ 10 മണിക്ക് ഈ മന്ത്രം നമ്മൾ ജപിക്കാൻ തുടങ്ങുകയാണ്. ഓരോ ദിവസവും 10 ലക്ഷം മന്ത്രം വെച്ചിട്ടാണ് ജപിക്കുന്നത്. ശിവരാത്രിയുടെ അന്ന് നമ്മളത് സമാപിപ്പിക്കും. അതിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോരുത്തരും ഈ മന്ത്രം ജപിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ ഇവിടെ വന്ന് ഈ മന്ത്ര ജപത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്, ഏവരും വരിക. വരാൻ സാധിക്കാത്തവർ വീട്ടിലിരുന്ന് പരമാവധി ഈ 10 ദിവസം മന്ത്രം ജപിക്കുക. നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും സർവ്വവിധമായിട്ടുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും തന്നെയല്ല, ഈ സംസാര ദുഃഖത്തിൽ നിന്ന്, ഈ സംസാര സാഗരത്തിൽ നിന്ന് നമുക്ക് കരകയറുവാനുള്ള അവസരവും കൂടിയാണ്. ഏവർക്കും അതിന് സാധിക്കട്ടെ. നമസ്കാരം.